ഔസേപ്പച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കലാസാഹിത്യ രംഗത്ത്, പ്രത്യേകിച്ചും സംഗീത സംവിധാനത്തിൻ്റെ രംഗത്ത് വളരെ പേരും പെരുമയും ആർജിച്ചിട്ടുള്ള വളരെ സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ ഇപ്പം തൃശ്ശൂരിലെ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ഒരു സൂചനയാണ്, ഒരു തുടക്കം മാത്രമാണത്. നിരവധി നല്ല വ്യക്തികൾ, സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഉത്കൃഷ്ട വ്യക്തിത്വങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ സൂചനയാണ് എല്ലാ ഭാഗത്തും. ഔസേപ്പച്ചന് ഇത്തവണ സീറ്റ് നൽകും? ഇല്ല, അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴേ അവിടുത്തെ ഒരു വികസന മാർച്ചിൽ അദ്ദേഹം പങ്കെടുത്തു. പിന്നെ ആർക്കൊക്കെ സീറ്റ് കൊടുക്കണം എന്ന കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അതൊക്കെ ഉചിതമായ രീതിയിലുള്ള തീരുമാനം വരും. ഈ സമ്മേളനങ്ങളിൽ കൂടുന്ന ആളുകളൊക്കെ വോട്ടായി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമ്മേളനം വിശ്വാസ സംരക്ഷണ യാത്ര എന്നുള്ള പേരിൽ നടത്തിയിട്ട് അവസാനം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വളരെ പ്രമുഖനായ നേതാവ് ശ്രീ മുരളീധരന് വിശ്വാസമില്ലാത്ത ഒരു യാത്ര നടത്തേണ്ട സാഹചര്യം വന്നു. അതായത് പാർട്ടി നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രതിഷേധം അതിലുണ്ട്. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണ യാത്ര അയ്യപ്പൻ്റെ പേരിൽ നടത്തി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കകത്ത് നേതാക്കന്മാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പുതിയ സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്നത്.